ഹായ് ഗായ്സ്, നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടാണ് വീണ്ടും വരുന്നത് നമ്മൾ ഊബർ ലൈഫുമായിട്ട്. ഒന്നുമല്ല, ഞാൻ രണ്ട് മൂന്ന് കണ്ടന്റ് പുതിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, എന്നും ഈ ഊബറിൻ്റെ കാര്യങ്ങൾ മാത്രം ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, ട്രാവലിംഗ് വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഡെയിലി ലൈഫും ഞാൻ ഇതിലൂടെ ഉൾപ്പെടുത്താൻ പോവുകയാണ്. ഇനി വലിച്ച് ഊബറിൻ്റെ കാര്യങ്ങളുണ്ടാവും, കാരണം ഞാൻ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ടിപ്പുകൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. ഊബർ ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എങ്ങനെ കുറച്ചും കൂടി ഓട്ടം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നല്ല ഏണിങ്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് രണ്ട് ആൾക്കാരോട് ചോദിച്ച് മനസ്സിലായ കാര്യമാണ്. അത് ഞാൻ ചെറിയ തോതിൽ പരീക്ഷിച്ചും ചെയ്തു. അതിൽ ഒന്ന് രണ്ട് വട്ടം വിജയിച്ചു, ഒന്ന് രണ്ട് വട്ടം വിജയിച്ചിട്ടില്ല, അങ്ങനെയും പറയേണ്ടി വരും. എന്നും പോസിബിൾ അല്ല, എന്നാൽ പോസിബിൾ ആണെങ്കിലും അങ്ങനത്തെ ഒന്ന് രണ്ട് കണ്ടൻറ്റും ഉണ്ട്. ഈ ഒരു വീഡിയോ ലാസ്റ്റ് ഞാനത് എങ്ങനെയാണത് ഞാൻ ചെയ്തിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതൊരു ടിപ്സാണ്. അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് ഉപകാരപ്പെടട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ വ്യാഴാഴ്ച 17-ാം തീയതി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല ബ്ലോക്കാണ്, നമ്മളിപ്പോൾ മാപ്പിലൊക്കെ കാണിക്കുന്ന നല്ല ബ്ലോക്ക്. ഞങ്ങളുടെ കലൂരായതുകൊണ്ട് തന്നെ ഇവിടുന്ന് എങ്ങോട്ടടിച്ചാലും ബ്ലോക്കാണ്. സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഞാൻ സ്റ്റേഡിയത്തിലോട്ട് പോയി നിൽക്കാമെന്നുള്ള പരിപാടിയിലാണ്. ഒരു 8 മണിയാകുമ്പോഴെങ്കിലും എനിക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിക്കണം, എന്നാലേ കാര്യമുള്ളൂ. അപ്പം എന്നാൽ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മളിത് സ്റ്റേഡിയം ഇൻക്ലൂഡിലേക്ക് കിടക്കുകയാണ്. അത്യാവശ്യം നല്ല മഴയാണ്. ഈ മഴ ഉള്ളപ്പോൾ നമ്മൾ ട്രിപ്പ് അടിക്കുന്നതാണ് സാധാരണ നമ്മളെല്ലാവരും വിചാരം. എല്ലാവരുടെയും വിചാരം മഴ ഉണ്ടാകുമ്പോൾ ട്രിപ്പ് ഉണ്ടാവുമല്ലോ എന്നാണ്. സാധാരണ ഒട്ടുമിക്ക പേരുടെയും തെറ്റായ ധാരണയാണ് അത്. മഴ ഉണ്ടെങ്കിലും ട്രിപ്പൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്നും എൻ്റെ സുഹൃത്ത് ചോദിച്ചു, ഇന്നലെ നല്ല മഴയായിരുന്നില്ലേ, ട്രിപ്പ് ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ട്രിപ്പ് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞാൽ മഴ ഉണ്ടാകുമ്പോൾ ട്രിപ്പ് കിട്ടുക. അവർ മഴ ഉണ്ടാകുമ്പോൾ ആൾക്കാർ പുറത്തിറങ്ങുന്നില്ല. പുറത്തിറങ്ങുന്ന ആൾക്കാരുടെ അടുത്ത് ഒന്നെങ്കിൽ വണ്ടി ഉണ്ടാവും, പിന്നെ തൊട്ടടുത്ത് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരാണ് ഇറങ്ങുന്നത്. നമ്മുടെ കുറച്ച് ദൂരത്തേക്കൊന്നും ഈ മഴയും കാര്യം വെച്ചിട്ട് ആരും വരുന്നൊന്നുമില്ല. സിറ്റിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ട്രിപ്പ് അടിച്ചിട്ടില്ല. സമയം 8:10 ഞാൻ പോകും. അപ്പോൾ ഗായ്സ്, നമുക്കിത് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 9 മണിയായിട്ടുണ്ട്. 7:30 ആപ്പ് ഓണാക്കി ഇരുന്നതാണ്. വേറെ എവിടെ നിന്നല്ല, നമ്മുടെ IMA ഹൗസിൽ നിന്ന് തന്നെയാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ എല്ലായിടത്തും നിന്നും ട്രിപ്പ് അടിക്കുന്നുണ്ട്. കൂടുതലും ട്രിപ്പ് അടിക്കൽ IMA ഹൗസിൽ നിന്നും നമ്മുടെ ഇതിൻ്റെ പേര് സ്കൈ ലൈനിൽ നിന്നുമാണ് നമുക്ക് ട്രിപ്പ് കൂടുതലും അടിക്കാറ്. ഇന്നിപ്പോൾ അടിച്ചിരിക്കുന്ന ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ IMA ഹൗസിൽ നിന്നാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കസ്റ്റമറാണെന്ന് തോന്നുന്നുണ്ട്. ഫ്രണ്ടിൽ തന്നെ നമ്മളെ കണ്ടപ്പോൾ മുന്നോട്ട് നടന്നു വരുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം ഗൈസ്. പ്രായമുള്ള പുള്ളിക്കാരനാണ്, കൈയാട്ടിയൊക്കെ വിളിക്കുന്നുണ്ട് നമ്മുടെ. അതെ, നമ്മുടെ IMA ഹൗസിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടോട്ട് തമനം റൂട്ടോട്ട് പോകുമ്പോഴുള്ള നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണ് ഗൈസ്. ഇത് പൊട്ടിപ്പൊളിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയില്ല. ഇത് പ്ലാം ട്രീ എന്ന് പറയുന്ന ഈ ഒരു മുട്ടായിക്കടേൻ്റെ മുന്നിൽ നിന്ന് ആ വളവ് വരെ, ആ വളവല്ല അതിൻ്റെ അപ്പുറത്തൊരു വളവുണ്ടല്ലോ, അതുവരെ ഇതന്നെയാണ് അവസ്ഥ. പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. വലിയ വലിയ കട്ടറാണ്, ഒരു രക്ഷയില്ലാത്ത. അതിൽ ഏതെങ്കിലും ഒന്നും പോയി വീണാൽ മതി നമ്മുടെ അലൈൻമെൻറ്റ് തെറ്റാനോ അല്ലെങ്കിൽ വീല് ടയർ പൊട്ടിപ്പോ വരെ ചെയ്യാം ചിലപ്പോൾ, എന്തെങ്കിലും കല്ലിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ. അത്രയും വലിയ കട്ടറുകളുടെ ചിലവെടുത്ത്. അപ്പോൾ നമ്മൾ ഇതുവഴി പോകുന്ന നമ്മുടെ ഡ്രൈവർമാർ മാക്സിമം ശ്രദ്ധിക്കുക. ചെറിയ വെള്ളമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കേണ്ട, വലിയ വലിയ ഗട്ടറുകളാണ് എല്ലാം ഉള്ളത്. അതിന് ഉദാഹരണമാണ് അതേ മുമ്പ് പോണ ആ EV ഉണ്ടല്ലോ, EVൻ്റെ ടാറ്റൻ്റെ വണ്ടിയാണ് അത്. ആ ഗട്ടറിൽ വീണു ഉണ്ണപ്പോഴാണ് അവൻ ചവിട്ടി. അതുവരെ കത്തിച്ച് ആ വളവെന്ന് വന്ന് കത്തിച്ചിട്ട് കയറി പോകാൻ പുള്ളിക്കാരൻ. ഞാൻ പിന്നെ അപ്പുറത്ത് കൂടി സൈഡിൽ കൂടി എടുത്ത്, കാരണം ഞാൻ സ്ഥിരമായിട്ട് ഓടുന്നതുകൊണ്ട് എനിക്ക് അവിടെ ഇവിടെ ഗട്ടറുകൾ ഏകദേശം ഉണ്ടെന്ന് അറിയാം. ഇതറിയാത്തവർ വന്ന് ഇതേപോലെ വന്ന് വീഴും, ചിലപ്പം വലിയ പണിയായിരിക്കും കിട്ടുക. അപ്പോൾ എന്തായാലും നോക്കുക ഗൈസ്. ആ ഓട്ടോ നമ്മുടെ ഫോറം മാളത്തേക്ക് ആയിരുന്നു, കുണ്ടന്നൂർ വൈറ്റില. അതേ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ അധികം ഒന്നും തിരിഞ്ഞ് കളിക്കാതെ ഇതിൻ്റെ പരിസരത്ത് തന്നെ എവിടെയെങ്കിലും സൈഡാക്കി നിർത്താമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ഓട്ടോ ഇവിടെ നിന്ന് അടിച്ചിട്ട് ഞാൻ ഈ എടുക്കുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിരമായിട്ട് കിട്ടുന്ന നമ്മളൊരു പേഴ്സണൽ ഓട്ടോ ഉണ്ട്, അവർ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 10:30 വരെ ഞാൻ ഈ ഒരു ഏരിയയിൽ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വൈറ്റില ഹബ്ബിലേക്ക് മാറ്റുള്ളൂ വണ്ടി. ഇന്ന് അധികം കാലടിച്ച് ഓടില്ല എന്നുള്ള തീരുമാനത്തിലാണ്. എന്താ എങ്ങോട്ടും എടുക്കാതെ എന്തായാലും നോക്കാം. നമുക്ക് എല്ലാ ദിവസവും 400-നും 500-നും CNG അടിക്കും. ഒരു 1000, 1200 അല്ലെങ്കിൽ 700 ആ രൂപയ്ക്ക് ഓടും. ഒന്നും കിട്ടുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്.
അപ്പോൾ ഇനി ഉള്ള ദിവസങ്ങളിൽ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. 1-2 വട്ടം വിജയിച്ചു, പക്ഷേ ഇടയ്ക്ക് അത് ഫ്ലോപ്പായി പോകുന്നുണ്ട്. ഞാൻ എന്തായാലും ലാസ്റ്റ് പറയാം നിങ്ങളോട്. ഒട്ടുമിക്ക നമ്മളെ ഡ്രൈവർമാർക്ക് എല്ലാവർക്കും ഒന്ന് അറിയുന്ന കാര്യമാണ് നമ്മൾ ഊബർ ആപ്പിൻ്റെ ഒരു പ്രശ്നം. അവരെ പ്രശ്നം എന്ന് പറയാനൊന്നുമില്ല. ഇത് നമ്മൾ ഊബർ എൻ്റെ കയ്യിൽ ഒരു ഫോണേ ഉള്ളൂ. അപ്പോൾ ഞാനിത് വെറുതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ റീൽസ് കണ്ടോ തോണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കും. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് ഫോണിൽ തോണ്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഊബർ ആപ്പ് നമ്മൾ സ്ക്രീൻ ഓൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ സാധനം ഓഫ്ലൈൻ പോയിട്ടുണ്ടായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ കളിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വെയിറ്റ് ചെയ്യുന്ന വെറുതെ പോകും. എനിക്ക് ഇടയ്ക്ക് സംഭവിക്കുന്നതാണ്, ഇപ്പോഴും സംഭവിച്ചു ആ സംഭവം. ഞാൻ അവിടെ ഫോർമാളത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 10 മണിയായി. ഞാൻ അവിടെ 9:30 എത്തിയിട്ടുണ്ടായിരിക്കും, 9:20-25 എത്തിയിട്ടുണ്ടായിരിക്കും. ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. ഞാനിത് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, രാത്രിയാണ്. അപ്പോൾ ഞാനിത് തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വെറുതെ ഓണാക്കി നോക്കിയപ്പോൾ സാധനം ഓഫ്ലൈൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഓഫാക്കി ഓണാക്കിയപ്പോഴാണ് ഇത് റെഡി ആയത്. ഓഫ്ലൈൻ ഓണാക്കിയപ്പോൾ തെറ്റാണ്. പക്ഷേ ഈ ഒരു കാര്യം, ഈ ഒരു അപ്ഡേഷൻ ഭയങ്കര എന്താ പറയുക നെഗറ്റീവാണ്. കാരണം ഒരു ഫോൺ ഉപയോഗിക്കുന്നവർ ഫുൾ ടൈം ഇതിൽ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ജോലിക്കെന്നാൽ ജോലി എടുക്കണം എന്ന് പറയും. അങ്ങനത്തെ ജോലിയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ ടൈമും ഈ ഫ്രീ കിട്ടുന്ന ഇങ്ങനെ കണ്ടിരിക്കുന്ന നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തോണ്ടിക്കൊണ്ടേക്ക് ഇരിക്കും. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ടോ, വേറെ ഒന്നുമില്ല, ഓട്ടം കിട്ടിയിട്ടൊന്നും എടുത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നുള്ളൂ, എനിക്കൊരു പേഴ്സണൽ ഓട്ടം കിട്ടാറുണ്ടെന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഓട്ടം അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എവിടുന്നാന്ന് അറിയത്തില്ല, ചെറുതായിട്ടൊന്ന് മൂഞ്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഇവിടുന്ന് U-ടേൺ അടിച്ചിട്ട് പോകണം. കസ്റ്റമർ എടുത്താണ്. നമ്മൾ ആപ്പ് ഓഫാക്കാൻ മറന്നുപോയി. എന്തായാലും അരമണിക്കൂർ ടൈമുണ്ട്. 10:30 ആവുമ്പോൾ ഇറങ്ങാൻ 10:30-10:45 ചിലപ്പം. എന്തായാലും എനിക്കിത് 20 മിനിറ്റ് നേരത്തെ ഓട്ടമാണ്. എങ്ങോട്ടാണെന്ന് അറിയില്ല. എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അടുത്ത ഓട്ടോടാം. വേറെന്താ, അപ്പോൾ എന്തായാലും ഈ ഓട്ടം കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. സ്ലാബ് അല്ലേ? ഇതുപോലുള്ള കസ്റ്റമേഴ്സാണ് നമുക്ക് വേണ്ടത്. കാരണം ബാക്കിലൊരു സ്ലാബ് പൊട്ടിയിട്ടുണ്ട്, ഞാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല. ആ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പുള്ളി എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ എന്തായാലും വീട്ടിന് അകത്തന്നെ ഇട്ട് കുത്തി തിരിച്ചിട്ടാണ് ഞാൻ വണ്ടി എടുത്ത് പോയത് എന്തായാലും. അപ്പോൾ എന്തായാലും ട്രിപ്പ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം ഗൈസ്. നമ്മളിതേപ്പോൾ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ ഓട്ടം കസ്റ്റമർ. ഞാൻ ഊബർ ആപ്പ് ഓഫാക്കി നമ്മൾ അങ്ങോട്ട് പോവാണ്. ഭാഗ്യത്തിന് നമ്മളിവിടെ പാലാരിവട്ടം സൗത്ത് ആയിരുന്നു നമുക്ക് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഞാൻ കല്ലൂരിൽ നിന്ന് കണ്ടായിരുന്നു, പക്ഷേ അത്ര അടുത്ത് തന്നെ ആയിരിക്കും പ്രതീക്ഷയില്ല. ഇവിടെ നിന്ന് 10 മിനിറ്റ് നേരത്തെ ഓട്ടേ അങ്ങോട്ടുള്ളൂ. അപ്പം എന്നാൽ ആ ട്രിപ്പും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. നമ്മളാ പേഴ്സണലോട്ട് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. പുള്ളിക്കാരിൽ അരമണിക്കൂർ വീണ്ടും ലേറ്റായി. അപ്പോൾ നമ്മളിത് അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ രാജഗിരി ഹോസ്പിറ്റല് ഇവിടെ നിന്ന് ആകെ 2.5 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ അവിടെ വന്ന് കിടക്കാമല്ലോ. എല്ലാവരും ഈ ഒരു സമയത്ത് ഒരു 12 മണിയായി. അവിടെ ഓട്ടം കിട്ടും ചെയ്യും, അവിടെ ഇരിക്കാം. ഏകദേശം 10-15 കിലോമീറ്റർ തിരിച്ചു പോകണം. അതല്ല നമ്മൾ ഇവിടെ വന്ന് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ലാഭം കിട്ടും. 15 കിലോമീറ്റർ വേണ്ട, 2.5 കിലോമീറ്ററേ ഉള്ളൂ. ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അടിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടുത്തെ മാതിരി തന്നെ അവിടെ സാധാരണ എന്താ ഉണ്ടാവില്ല, ചിലപ്പം അടിക്കും, ചിലപ്പോൾ അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം 4 മണി 3 മണി അവിടെ അടിക്കണമെങ്കിൽ അതെന്തായാലും ഇവിടെ നിന്നും അടിക്കും. പിന്നെ ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഏകദേശം റോഡ് വളരെ മോശം അവിടെ നിന്നിട്ട് വരുമ്പോൾ അതിന് മുന്നേ ഇവിടെ വന്ന് കടന്നിട്ടുണ്ട്. ഇതേ ഡ്രോപ്പ് ചെയ്ത് 12 മണി ലേറ്റ് ആയപ്പോൾ 12 മണിയായപ്പോൾ ഞാൻ ഇവിടെ വന്ന് കടന്ന് എനിക്ക് പിറ്റേ ദിവസം 4 മണിക്കാണ് ട്രിപ്പ് അടിച്ചത്. ഞാൻ ചെറിയ ഉറക്കം ഉറങ്ങി. അതേപോലെ തന്നെ ആയിരിക്കും ഇന്നും എനിക്ക് തോന്നുന്നത്. ഉറക്കമൊക്കെ ഉറങ്ങി നീച്ചാൽ ട്രിപ്പ് അടിക്കുന്നുണ്ടായിരിക്കുള്ളൂ. എന്തായാലും ഓണാക്കി വയ്ക്കും, അടിക്കുമ്പോൾ അടിക്കട്ടെ. എന്നിട്ടൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ ഇപ്പം എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. ഒരു 5-10 വർഷം മുന്നേ നമ്മുടെയൊക്കെ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു, ആ അവസ്ഥയാണത്.
അപ്പം എന്തായാലും ഗൈസ് നമ്മൾ രാജഗിരി എത്തിയിട്ട് അവിടുന്ന് ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് കൂടുതൽ അപ്ഡേഷനായിട്ട് ഞാൻ വരാം. ഓക്കെ, ഹായ് ഗൈസ്. അപ്പോൾ നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നാണ് ഓട്ടം കിട്ടിയത്. നമുക്ക് ഞാൻ ആ തുടക്കം എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാനത് ഒരു ഉറക്കത്തിൻ്റെ ഇതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉറക്കപ്പിച്ച് തന്നെ എണീറ്റ് പോയി കസ്റ്റമറെ എടുത്ത് നമ്മൾ പെരുമ്പാവൂർ ഭാഗത്തേക്കായിരുന്നു. കുറച്ചൊരു ഉള്ളോട്ടൊരു 10-11 കിലോമീറ്റർ ഉള്ളിലേക്കായിരുന്നു. ഇവിടുന്ന് ഞാനിപ്പോൾ മാപ്പ് നോക്കിയപ്പോൾ ഇവിടുന്ന് ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തും. ഒരു 10-20 മിനിറ്റ് ഉണ്ട് രാജഗിരി ഹോസ്പിറ്റലിലേക്ക്. ഞാൻ എയർപോർട്ടിൽ പോയി കടന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷനായി ഞാൻ ആ രീതിയിൽ കസ്റ്റമറിനെ ഡ്രോപ്പ് ചെയ്ത് ഫെയറും കളക്ട് ചെയ്ത് കണ്ട് നേരെ ഞാൻ അങ്ങോട്ട് രാജഗിരി മാപ്പ് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് റിട്ടേൺ പോകുന്നു. ഏകദേശം പകുതിയാവും. ശരിക്കും ഞാൻ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്ത് നിൽക്കുകയെന്ന് വെച്ചാൽ അവിടെ നിന്ന് എനിക്കൊരു 10 മിനിറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു എയർപോർട്ടിലേക്ക്. അതിൽ കുറേ ഉള്ളേരിയ കൂടി ഇങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്കൊരു ഐഡിയയെ കിട്ടിയത്തില്ല. നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്, ഉണ്ടോ? നല്ല മഞ്ഞും കാര്യമൊക്കെ ഉണ്ട്. ഈ ഒരു പാടം വരുത്തുന്നത് ഏരിയ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ച് രാജഗിരി ഹോസ്പിറ്റലിൻ്റെ പരിസരത്തേക്ക് പോവാണ്. അവിടെ പോയി സീഡാക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഒരു 10 കിലോമീറ്റർ ഇനി ഇവിടെ നിന്നുണ്ട്, 19 മിനിറ്റ്. ഗൈസ്, നമുക്ക് ഒട്ടും പ്രതീക്ഷ വേറെ ട്രിപ്പ് അടിച്ചായിരുന്നില്ല. ലോക്ക് ചെയ്ത് ഞാനേ ലോക്ക് ഓർമ്മയില്ല ബ്രോ. പെട്ടെന്ന് നമ്മൾ രാത്രി കിടക്കുന്നില്ലേ. സംഭവം കഴിച്ച് നമ്മൾ ആ ഉറക്കപ്പിച്ചിൽ വന്നുകൊണ്ട് ലോക്കൊന്നും തുറക്കാത്ത പുള്ളിക്കാരനെ മഴയത്ത് കുറച്ച് നേരം നിർത്തി. ആ പുള്ളിക്കാരൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞോട് നിങ്ങൾ കേട്ടില്ലേ. അങ്ങനെ അത് നേരെ നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയിരുന്നു. അവിടെ പുള്ളിക്കാരൻ ഡ്രോപ്പ് ചെയ്തു. തൊട്ടടുത്ത് തന്നെ വണ്ടി സീഡാക്കിയിട്ടു. ഗൈസ്, നമുക്ക് ആലുവയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടം കിട്ടി. കാക്കനാട് എത്തിയപ്പോൾ തന്നെ നമുക്ക് അടുത്ത ഓട്ടം തിരിച്ചടിച്ചു. വേറെ ഒന്നുമില്ല, ഞാൻ നല്ല ഉറക്കത്തിൻ്റെ മന്ദപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം ഏകദേശം 6 മണിയായിട്ടുണ്ട്. 5:50 6 മണി തന്നെ. ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറുന്നതും ആ ഒരു ലൊക്കേഷനിലേക്ക് വരുന്നത് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ആകെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന ആ ഒരു വീഡിയോ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. രാജഗിരിയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കസ്റ്റമറുടെ അടുത്ത് പോകുന്ന ആ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ രാത്രി ഉറക്കത്തിൻ്റെ ഇതായതുകൊണ്ട് നമുക്ക് കറക്റ്റ് സ്പോട്ടിൽ പോകുന്നവർ കിട്ടിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ കാക്കാട് ഇൻഫോ പാർക്കിൻ്റെ അവിടെയാണ്. അവിടെ നിന്ന് തൃപ്പൂണിത്തറയ്ക്കാണ് ഓട്ടം കാണിച്ചിട്ടുള്ളത്. അതെന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ കഴിച്ചു. നമ്മളിത് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. പുള്ളിക്കാരിക്ക് ഈ ലൊക്കേഷൻ കൊടുത്ത് കറക്റ്റ് മനസ്സിലായിട്ടില്ല. സ്ഥലം പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ വരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്തോരും കാണുന്നൊന്നുമില്ല. എന്തായാലും പുള്ളിക്കാരനെ വന്ന് അത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. അതേ വരുന്ന പുള്ളിക്കാരി. ഓക്കെ കണ്ടു. ഗൈസ്, നമ്മളിത് അവരെ റെയിൽവേ സ്റ്റേഷനിൽ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പ് ചെയ്തു. അതിന് അവിടുന്ന് മെട്രോവിന് താഴെ കുറച്ച് പുറത്തായിട്ട് മാറി വന്ന് കിടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗൈസ്. മുന്നിൽ തന്നെ ഒരുപാട് ഫ്ലാറ്റും കാര്യമൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയുള്ള പാലത്തിൻ്റെ ചൂട്ടിക്ക് വന്നിക്കുകയാണ്. വേറെ ഒന്നല്ല, ഒന്നും യൂറിൻ പാസ് ചെയ്യേണ്ടിരുന്നു. അവിടെ ഒന്നും സൗകര്യമില്ല. പിന്നെ ഇവിടെ നിന്ന് ഒരു പമ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ പേട്ട വരെ പോകണം. അതിന് CNG അടിക്കാം. നമ്മൾ യൂറിൻ പാസ് ചെയ്യാന്നുള്ള പ്ലാനിങ് ആയിരുന്നു. പിന്നെ അവിടെ വരെ പോവുകയെന്ന് വെച്ചാലും നഷ്ടം. ഞാൻ ഈ മുന്നോട്ടിട്ട് കാലടിച്ച് ഓടില്ല എന്നുള്ളൊരു ഡിസിഷനൊക്കെ എടുത്തല്ലേ. അപ്പോൾ പിന്നെ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. 6:30 ആയിട്ടുള്ളൂ. ഒരു 7 മണി വരെ ഇവിടെ നിന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പേട്ട പോകാമെന്നായിരിക്കുന്നു. പേട്ട പരിസരത്ത് പോയി CNG ഫില്ല് ചെയ്യുകയും ചെയ്യാം. നാടെ പോയി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നാൽ ഞാൻ അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗൈസ്. നമുക്ക് ഇവിടെ സമയം 7 മണി ആയിട്ടുണ്ട്. നമുക്ക് ട്രിപ്പൊന്നും ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇനി ഇവിടെ ഇങ്ങനെ കിടക്കണ്ടല്ലോ. നമ്മൾ സീഡാക്കേണ്ട ടൈമും ആവും. പിന്നെ അധികം വൈകാണ്ട് ഞാൻ എന്തായാലും ഒരു 8 മണിയാകുമ്പോൾ സീഡാക്കും. നല്ല വിശക്കുന്നുമുണ്ട്. പോക്കിൽ എവിടെയെങ്കിലും നല്ലൊരു ചായക്കട ഇട്ടാൽ ചായ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കടിയും കഴിക്കും. ഞാൻ പോയി ബിസ്ക്കറ്റ് കഴിച്ചു. എന്നാലും എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്.
ഗൈസ് അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം. അത് ഗൈസ് നമുക്കിതേപോലെ ഓട്ടോ അടിച്ചിട്ടുണ്ട്. ഇവിടെ പേട്ട പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് ഞാൻ ഉള്ളത്. അവിടെ CNG ഇല്ല. അപ്പോൾ കുറച്ചായിട്ട് ചെറിയൊരു ഇഷ്യൂവും കാര്യമൊക്കെ നടന്നതിന് ശേഷം അപ്പോൾ അത് അവിടുന്ന് ട്രിപ്പ് നമുക്ക് അടിച്ചു. നമ്മളത് കസ്റ്റമർ എടുക്കാൻ വേണ്ടി പോവുകയാണ്. എടപ്പള്ളി ഭാഗത്തേക്കാണ് കാണിച്ചിരിക്കുന്നത്. സംതിങ്ങാണ് ഫെയർ കാണിച്ചില്ല, എത്രയൊന്നും അറിയത്തില്ല. എന്തായാലും ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. കൈസ് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് മുന്നേ തന്നെ എനിക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്ത് അടുത്ത കസ്റ്റമർ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ആ കസ്റ്റമർ എടുത്ത് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. നമ്മളിതിപ്പോൾ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്. സമയം ഏകദേശം 8:30 155 രൂപേൻ്റെ ഓട്ടത്തിന് എനിക്ക് എടുത്തത് 45 മിനിറ്റ്. അതിനിടയിൽ കൂടി ട്രിപ്പ് ഒരു ഊബർ എനിക്ക് വീണ്ടും ഒരു ഓട്ടം തന്നിട്ടുണ്ട്. കാരണം എല്ലായിടത്തും സെർജ് ആയിട്ടുണ്ട്, വണ്ടിയൊന്നുമില്ല, നല്ല ബ്ലോക്കും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടില്ല. അതിൻ്റെ അസെപ്റ്റിനായിട്ട് ഇപ്പം എനിക്ക് എന്തായാലും കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഹായ് ഗൈസ്, ഇപ്പോൾ ഒന്ന് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഞാൻ പരീക്ഷിച്ചതും ഞാൻ കുറച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ ലൊക്കേഷൻ ഇട്ട് ഓടുന്ന ഒരു സംഭവമാണ്. അതായത് മിക്ക ഡ്രൈവർമാർക്കും അറിയാം. പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം. നമ്മൾ ചുമ്മാ ഒരു നല്ലൊരു പീക്ക് ടൈമിൽ എവിടെയെങ്കിലും കൊണ്ട് ലൊക്കേഷൻ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ രാത്രി ഞാൻ നൈറ്റ് ഓടുന്നതുകൊണ്ട് നൈറ്റ് ഓടുന്നവർക്ക് വേണ്ടി പറയാം. ഞാൻ വൈകിട്ട് ഒരു 7:30 8 മണിക്ക് ഇറങ്ങും. ഒരു 10 വരെ ഞാൻ കറക്റ്റ് 10 11 മണി വരെ ഞാൻ ഓടും. അത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ലൊക്കേഷൻ നോക്കും. എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ട് ഞാൻ ഈ ലൊക്കേഷൻ ഇടും. എയർപോർട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക്. അവിടെ നിന്ന് എങ്ങോട്ടാണോ ഓട്ടം കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ളത് വെച്ചാൽ ആ ഭാഗത്തേക്ക് ലൊക്കേഷൻ ഇടുക. അല്ലാതെ നമുക്ക് തോന്നിയ ഭാഗത്തേക്ക് ലൊക്കേഷൻ ഇട്ടാൽ നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ ആ പ്രൈവറ്റ് ഓട്ടം ലൈറ്റായിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി കിടക്കും. അവിടെ ഒരു മണിക്കൂർ 2 മണിക്കൂർ കൂടുമ്പോൾ ഓട്ടം കിട്ടും. ചില ദിവസങ്ങളിൽ കിട്ടത്തില്ല, അത് പോട്ടെ. നമ്മൾ എവിടെയൊക്കെ ഭാഗങ്ങളിലാണ് നമ്മൾ ഈ ലൊക്കേഷൻ ഇട്ട് നിൽക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു 12 മണി കഴിയുകയാണെങ്കിൽ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ നിൽക്കുകയാണെന്ന് വെച്ചാൽ വിത്തിൻ രാവിലെ 4 മണി വരെ നിങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ട് വയ്ക്കാൻ കഴിയും. എയർപോർട്ടിലേക്ക് ലൊക്കേഷൻ ഇട്ട് വയ്ക്കുകയാണെന്ന് വെച്ചാൽ എന്ത് വന്നാലും നിങ്ങൾക്ക് എയർപോർട്ടിലേക്കുള്ള ഓട്ടം അവിടെ നിന്ന് കിട്ടും. അതേമാതിരി തന്നെയാണ് ചങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെ നിന്നും ഈ ഭാഗത്തേക്ക് എയർപോർട്ട് ഭാഗത്തേക്ക് ലൊക്കേഷൻ ഇട്ട് വെച്ചാൽ എന്ത് വന്നാലും നമുക്ക് ആ ഭാഗത്തേക്കുള്ള ട്രിപ്പ് അടിക്കും. ഒരു ദിവസം 3 തവണയാണ് ഈ ഒരു ഫെസിലിറ്റി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. അത് കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വൈറ്റ്ല ഹബ്ബിലാണ് നമ്മൾ നിൽക്കുന്നത് വെച്ചാൽ കോതമംഗലം ഭാഗത്തേക്ക് ലൊക്കേഷൻ ഇട്ട് വയ്ക്കുക. അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇൻട്രസിറ്റി നമുക്ക് ഉറപ്പായിട്ടടിക്കും. വൈറ്റ്ല ഹബ്ബിൽ 12 to 1 മണി വരെ അല്ലെങ്കിൽ 12 ശേഷം വൈറ്റ്ല ഹബ്ബിൽ 12 മണീൻ്റെ ശേഷം നമ്മൾ ചെന്ന് കിടക്കുകയാണെങ്കിൽ ഒരു 4 മണി വരെ നിങ്ങൾക്ക് കോതമംഗലം ഭാഗത്തേക്ക് ലൊക്കേഷൻ ഇട്ട് വയ്ക്കാം. ആ ഒരു സമയത്ത് അത്യാവശ്യം വരുന്ന ഏതെങ്കിലും ഒരു ട്രിപ്പെങ്കിലും നമുക്ക് അടിക്കും, എന്തായാലും അടിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ കോതമംഗലം ഭാഗത്തേക്ക് തന്നെ നമുക്ക് ഇൻട്രസിറ്റി ആയിട്ട് അടിക്കുകയും ചെയ്യും, നല്ലൊരു ഫെയർ ആയി കിട്ടുകയും ചെയ്യും. തിരിച്ച് കാലടിച്ച് വന്നാലും നഷ്ടമില്ല, കാരണം റോഡ് കാലിയായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഏറിപ്പോയാൽ 200 രൂപയുടെ CNG ആവുള്ളൂ. നമ്മുടെ ഫെയർ വരുന്ന ഏകദേശം 1500 മേലേക്ക് ഫെയർ ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ വരും ചെയ്യും. അതുകൊണ്ട് പിന്നെ ആ ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഉള്ളത് രാത്രി ഓടുമ്പോൾ ഒറ്റ ഭാഗം കൂടി ഈ നമ്മുടെ എയർപോർട്ടിലാണ് കിടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരിക്കലും ലൊക്കേഷൻ വെക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് ഇതൊന്ന് ഇറങ്ങണം. നമ്മുടെ ഒന്ന് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ലൊക്കേഷൻ ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ അത്താണി വന്നിട്ട് നമ്മൾ തിരിച്ച് ഞാൻ ഇങ്ങോട്ടാണ് ലൊക്കേഷൻ വെക്കൽ, പാലാരിവട്ടം ഭാഗത്തേക്കാണ് ലൊക്കേഷൻ വെക്കൽ. അത്താണി വന്നിട്ട് ഞാൻ പാലാരിവട്ടം ഭാഗത്തേക്ക് ലൊക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പരിസരത്ത് നിന്ന് തന്നെ പാലാരിവട്ടം ഭാഗത്തേക്കോ അല്ലെങ്കിൽ നമ്മളെ നെട്ടൂർ ഭാഗത്തേക്കൊക്കെ ട്രിപ്പ് അടിക്കാറ്. അന്നെങ്കിൽ ചിലപ്പോൾ എയർപോർട്ടിന് ഉള്ളിൽ തന്നെ അടിക്കും ഈ ട്രിപ്പ്. എന്തെന്നാലും ആൾക്കാർ 10 മിനിറ്റ് ഓട്ടം ഉണ്ട്, അങ്ങോട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്യും, കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകതയും ആ കാര്യത്തിനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ലൊക്കേഷൻ ഇട്ട് വെക്കുമ്പോൾ ഓടുമ്പോൾ ഇന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കുക, സ്ഥലങ്ങൾ നോക്കുക, അവിടെ നിന്ന് ലൊക്കേഷൻ ഇട്ട് വെക്കുക. ആ ഒരു കാര്യമുള്ളൂ ഗൈസ്.